നാരങ്ങ വാങ്ങിക്കാൻ വന്നതാണോ? നാരങ്ങ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ എന്റെ ചേട്ടത്തി ആയത് അങ്ങനെ വന്നത്. അപ്പൊ കവറിൽ കരുനാപ്പള്ളി നാരങ്ങ കിട്ടോ? നാരങ്ങ കിട്ടി. നാരങ്ങ കിട്ടില്ലേ? നാരങ്ങ വന്നു. കാണിച്ച്. വേണ്ട അതിനിടെ കരിയാപ്പില കറിവേപ്പില അത് അങ്ങനാണല്ലോ അല്ലേ? ആ തോട്ടം കാണാൻ സന്തോഷമുണ്ടല്ലേ? പിന്നെ ഭയങ്കര സന്തോഷം, നല്ല പോസിറ്റീവ് എനർജി ആയി. എവിടെ വീട്? എന്റെ വീട്, എന്റെ സ്വന്തം സ്ഥലം മുഖത്തല, എന്നെ കെട്ടിച്ചത് കരുനാപ്പള്ളി. അപ്പൊ ഇനി കരുനാപ്പള്ളിയിലും നാരങ്ങ കൃഷി തുടങ്ങുന്നു തോന്നുന്നു. തിരിയാണെന്ന് അറിയാം. നാരങ്ങ കൃഷി അച്ഛാ അവിടെ തുടങ്ങും കേട്ടോ. രാഴ്ചനൊക്കെ ഇനി അങ്ങോട്ട് വരും. ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ നാരങ്ങ കൃഷിയൊക്കെ? നാരങ്ങ കൃഷിയൊക്കെ ഇങ്ങനെ പോന്നു. അച്ഛനെ സഹായിക്കോ? കുറച്ചൊക്കെ. എന്റെ അച്ഛൻ എന്തിനുണ്ട്? ഇവിടെ ഉണ്ട്. വിളിക്കാം. അച്ഛാ ഞാനിവിടെ ഉണ്ട്. പിന്നെ അച്ഛന്റെ ഫുൾ സപ്പോർട്ട് അമ്മാമയാണ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. വലം കൈയാണ്. എപ്പോഴും എന്റെ കൂടെ തോട്ടത്തിൽ വരും, നടത്തും. അതുകൊണ്ട് ജിമ്മിനൊന്നും വിടുന്നില്ല എന്ന് പറയാം. അതെ അതെ. ഇപ്പൊ ഞങ്ങൾക്ക് ഏതാണ്ട് നമ്മൾ എത്ര ഉണ്ടെങ്കിലും പ്രായം കുറച്ചുണ്ട് കേട്ടോ. കണ്ടാലേ പറയുന്നില്ല. പൈതങ്ങളൊക്കെ ഡോക്ടറൊക്കെ ആയി. ഒരാള് വക്കീലായിട്ടുണ്ട്, LLB ആയിട്ടുണ്ട്. പിന്നൊരാള് ബിടെക് കഴിയുന്നുണ്ട്, കഴിഞ്ഞു വരുന്നു. ഇത്രയൊക്കെ ആയി. ഞങ്ങളിപ്പം നടത്തിയും ഓട്ടും അല്ലെങ്കിൽ പിള്ളേരുടെ എല്ലാം ഇതിന്റെ അകത്താണ് എക്സർസൈസ് ഒക്കെ. പിന്നെ ശുദ്ധവായു രാവിലെ അതിരാവിലെ കാറ്റില്ലാത്ത സമയത്ത് വന്നാൽ നമ്മുടെ കറക്റ്റ് മുല്ലപ്പൂവിന്റെ തോട്ടത്തിൽ കയറിയാൽ എന്തിന് മണമായിരിക്കും. അത് തന്നെയാണ് ഇവിടെ. നിങ്ങളുടെ ഏത് വീടിന്റെ മുറ്റത്ത് വെച്ചു. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിന്റെ മണമാണ് രാവിലെ. കാറ്റ് ഇപ്പം നല്ല കാറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഇതെല്ലാം പൂത്ത് നിൽക്കുവാണ്. രാവിലെ ഒരു 6-6:30 ആകുമ്പോൾ ഞങ്ങൾ ഇതിന്റെ അകത്ത് കറങ്ങും, കൊള്ളത് പറക്കും, നടക്കും, തിരിഞ്ഞു വീട്ടിൽ പോകും. ഇതൊക്കെയാണ് നമ്മളെ മെയിനായ പരിപാടികൾ. കൂട്ടുകാർ ഇഷ്ടംപോലെ വരാറുണ്ട്. കൂട്ടുകാർക്കും പിന്നെ അയൽക്കാർക്ക് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അതൊക്കെ നല്ലൊരു മനസ്സാവണം കേട്ടോ. നമുക്ക് ആവശ്യത്തിലധികം ദൈവം തന്നല്ലേ? അപ്പൊ കുറച്ചെങ്കിലും തൊട്ട അയൽക്കാർക്കും കൂട്ടുകാർക്കും കൊടുക്കുന്നത് സന്തോഷമാണ് അല്ലേ? അതെ അതെ. ഇതേപോലെ ഒരു അമ്മാമ അച്ഛനെ അവിടെ കിട്ടും സത്യം പറഞ്ഞാൽ. അവര് കൃഷി, അതെ അതെ, അവര് കൃഷി ചെയ്യുന്നു. തൊട്ട അയൽക്കാരേക്കും കൊടുക്കുന്നുണ്ട്, കൂട്ടുകാർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? വളരെ ഉപകാരം, നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു ഈ നാരങ്ങയിലുള്ള ഒരു പ്രിയവും അവരുടെ ഒരു വിലക്കയറ്റവും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ ഒരുമാതിരി നമ്മളുണ്ടായാലും നിങ്ങൾ നാരങ്ങ കഴിക്കൂ എന്നുള്ള ഒരു ചിന്ത വന്നത് എന്റെ മനസ്സിലും തോന്നി. അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ചെറിയ പരിപാടി അവർക്ക് എതിരെ അല്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വിഷം പൊതുവെ ഇല്ലാത്ത, മറ്റതിലെല്ലാം വിഷമുണ്ട്, നാരങ്ങയ്ക്കകത്ത് വിഷമുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പറയാം. നമസ്കാരം. ഇത് കണ്ടോ നാരങ്ങ? ഞാൻ നിൽക്കുന്നത് ഒരു 35 സെന്റില് കൃഷി ചെയ്ത നാരങ്ങ തോട്ടത്തിലാണ് നിൽക്കുന്നത്. സംഭവം പറ്റിയെന്ത്? സംഭവമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. തമിഴരുമായിട്ടൊരു ചെറിയൊരു ബലം പിടുത്തം, അവരുടെ ഈ നാരങ്ങയിലുള്ള ഒരു പ്രിയവും അവരുടെ ഒരു വിലക്കയറ്റവും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ ഒരുമാതിരി നമ്മളുണ്ടായാലും നിങ്ങൾ നാരങ്ങ കഴിക്കൂ എന്നുള്ള ഒരു ചിന്ത വന്നത് എന്റെ മനസ്സിലും തോന്നി. അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ചെറിയ പരിപാടി അവർക്ക് എതിരെ അല്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വിഷം പൊതുവെ ഇല്ലാത്ത, മറ്റതിലെല്ലാം വിഷമുണ്ട്, നാരങ്ങയ്ക്കകത്ത് വിഷമുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പറയാം. അത് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തൊരു പരിപാടിയാണ് ഈ കാണുന്ന, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ പരിപാടി കംപ്ലീറ്റ്. പ്രവാസിയായിരുന്നു? ഞാൻ പ്രവാസി, 25-27 വർഷം. ഇതെങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞ് കേരളത്തിൽ വീണ്ടും എത്രത്തോളം നാരങ്ങത്തോട്ടം വരുന്നു അത്രത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിന്റെ ഒരു ആദ്യ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളാണ്. നാരകം ഇത് പല വിധത്തിലുണ്ട്, 1-2 സ്റ്റൈലല്ല, ഒരു 3-4 രൂപത്തിലുള്ള നാരകം നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂമാരി ചെറിയൊരു മൊട്ടും ഒരു പൂവും, അതും ഞാൻ കാണിച്ചു തരാം. ഇതൊരു ടൈപ്പ്, ഇത് നാരകത്തിന്റെ പൂ. ഇത് അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ അടി കിടപ്പുണ്ട് വേറെ നാരങ്ങ വലുത്. ഇതുണ്ട് എന്റെ കൈവെള്ളയിലിരിക്കുന്ന നമ്മുടെ ക്രിക്കറ്റ് ബോളിന്റെ അത്രയുള്ള നാരങ്ങ, ഏറ്റവും നല്ല ടേസ്റ്റാണിത്. ഇതൊരു മൂടി അങ്ങനെ എന്റെ ഭാഗ്യത്തിന് എന്തേ കിട്ടി. എനിക്ക് നാരകത്തെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു, പക്ഷെ നമ്മളെ എത്തിച്ചു, ഇങ്ങനെ കൊണ്ടുവന്ന് കിട്ടി. ഇവിടെ എല്ലാം ഉണ്ട്. തൈ കളക്ട് ചെയ്യുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്നതുണ്ട്. കൂടുതലും ഞാൻ ഇവിടുന്ന് ഈ തൃശ്ശൂരിന്റെ അകത്തെ ഭാഗത്ത് നമുക്ക് കിട്ടിയത്. ഇത് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ നമ്മൾ മിക്സ് ആയിട്ടാണ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത്. എനിക്കെല്ലാം നമുക്കത് നാരകമെന്നേ അറിയാത്തുള്ളായിരുന്നു. നാരകത്തിൽ വെറൈറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി വരുന്നത്. ഈ കൃഷി ലാഭകരമുണ്ടോ അതോ നഷ്ടമോ?
ലാഭകരമാണോ? ലാഭകരം തന്നെ ഉള്ളൂ. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചു വരുന്ന വിഷമുള്ള സാധനങ്ങളാണ്. മലക്കറിയാലും എല്ലാവരും മഞ്ഞളും ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നാരങ്ങ നമ്മൾ പറിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലേ അവരൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വീട്ടിൽ വെക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? ആരെങ്കിലും വരുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് എടുത്ത് കഴുകാതായിരിക്കും ഇവര് മുറിച്ച് പിഴിഞ്ഞ് കൈ കൊടുക്കുന്നത്. അന്നേരം പുറത്തുള്ള നാരങ്ങ മുറിച്ചാൽ നാരങ്ങയുടെ മണമല്ലേ വരും. അതിന്റെ വിഷം കൂടെ ചേർന്ന് ഈ കാർബൈഡ് ആയാലും മറ്റെല്ലാം കൂടെ ഈ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വരും. ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ക അസുഖം ഉണ്ടാവും. യാതൊരു തർക്കവും. നമ്മൾ നട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഇത് കായ്ക്കും? ഞാൻ നട്ടിട്ട് 5-ാം മാസം 6-ാം മാസം ഇപ്പൊ എനിക്ക് വിളവെടുത്ത് വന്നു. എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വിളവെടുത്തില്ല. ഇത് ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഈ വിളവ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യത്തെ 1, 2, 3 വർഷം ഞാൻ മിണ്ടിയില്ല, ആരോടും പറഞ്ഞില്ല. പലരും എന്നോട് ചോദിച്ച് ഇത് നഷ്ടമല്ലേ, അങ്ങനല്ലേ, ഇങ്ങനല്ലേ, ഞാൻ ആരോടും പറഞ്ഞില്ല. നമുക്ക് ഏണിങ്സ് പിന്നല്ലേ കാണുന്നത്. ഇപ്പൊ ദൈവം എനിക്ക് 5 വർഷമായി. ഇപ്പൊ ഒരുമാതിരി ഇപ്പൊ പറിച്ച് നമ്മൾ പലർക്കും കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്ന് പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. അവർക്ക് പറയുന്നത് നഷ്ടമല്ല, ഇത് അല്ല ഞങ്ങൾ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പക്കാൽ അവർക്ക് വിഷമില്ലാത്ത സാധനം കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ്. പിന്നെ ഇതിൽ തന്നെ എൻ്റെ ഒരു 3-4 ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ കണ്ടോളും ഈ മരത്തിന്റെ അടിയിൽ പിടിക്കുന്ന നാരകമാണ്. ഇത് നാരകം. ഇത് ഒരുപാട് നമ്മൾ ഓണത്തിന് പറിച്ച് നമ്മൾ കൊടുത്ത് ഒഴിവാക്കി വീണ്ടും പറിക്കത്തക്ക രീതിയിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീണ്ടും പൂ വരുന്നു, കായ്ക്കുന്നു. ഒരു വട്ടം വിളവെടുത്ത് പിന്നെ എത്ര ദിവസം ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് എന്റെ നാരകത്തിനില്ല. സാധാരണ നമ്മുടെ പണ്ടത്തെ നാരകത്തിനൊക്കെ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 1 കിലോ 2 പ്രാവശ്യം കണ്ടാണ്. ഇത് കണ്ടിന്യൂസാ. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പൂ വരുന്ന മറു സൈഡിൽ നമ്മൾ പറിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും പൂക്കുന്നു, വീണ്ടും അത് വിളഞ്ഞ് കാവലവ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ഇതിലോട്ട് വരുന്നവർക്ക് ചേട്ടൻ എന്തോ പറയാമോ? തുടങ്ങണം, എല്ലാവരും തുടങ്ങണം. നമ്മുടെ കേരളം ഇതുകൊണ്ട് സംബന്ധിച്ച എനിക്കിവിടെ നോക്കുന്നുണ്ട്, ഇവിടെ പലരും നോക്കുന്നുണ്ട്. ഇവിടെ ഒരു ലെമൺ സിറ്റി എന്നറിയപ്പെടത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ ഇളമ്പല് ആയാൽ ഏറ്റവും ഭാഗ്യം. എനിക്ക് ഭയങ്കര സന്തോഷമാവും. ഇപ്പൊ എത്ര ഏക്കറിലുണ്ട് സംഭവം? ഇത് 1 ഏക്കർ താഴെ ഉള്ളൂ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതാണ്. അത് സക്സസ് 100-ൽ 99 അല്ല 99.9% സക്സസ്. കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരസുഖവും ഇല്ല. ഇതിന് ഈ മരങ്ങളെ അപേക്ഷിച്ച് ഒരസുഖം പിടിക്കാത്തൊരു സാധനമാണ് ഇത്. ഈ ഒരു നമ്മൾ കീടനാശിനി അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം വെണ്ടയിലും മാവിലും ഒക്കെ ആണെങ്കിൽ കീടനാശിനി വരാതടിക്കണം, കീടങ്ങൾ വരാതടിക്കണം. ഇതിൻ്റെ അകത്ത് ഒരു കീടങ്ങളും വരത്തില്ല. തത്ത, അണ്ണാൻ, ഇങ്ങനെയുള്ള ഒരു ജീവികളും, ആന പിന്നെ പന്നി ശല്യമാണല്ലോ ഏറ്റവും നല്ലത്. പലരും എൻ്റെ ഫോറസ്റ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ വന്ന് തിരക്കുന്നുണ്ട്, ഇതിന്റെ തൈ വേണമെന്ന്. ഞാനതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മിക്കവാറും ശരിയാവും. ജൈവവളം അല്ലാതെ ഇതുവരെ ഒന്ന് കഴിഞ്ഞ ചൂടത്ത് ഞാൻ ഇത് നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ അകത്ത് നോക്കിയ വാട്ടർ സപ്ലൈയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ ഈ കഴിഞ്ഞ ചൂടത്ത് പിടിച്ച് നിൽക്കണമെങ്കിൽ വെള്ളം ഇതിന്റെ രാസവളം ഇട്ടിരുന്നെങ്കിൽ ഇത് പോയി. ഈ നാരകം ഇത്ര വലിപ്പം വരുത്തുള്ളൂ അതോ? അല്ല, എനിക്ക് വളർച്ച കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇതിപ്പോ തുടക്കമായതേ ഉള്ളൂ. ഒരു നാരകം എത്ര വർഷം വരെ നിൽക്കും ഏകദേശം? അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല. സാധാരണ നശിക്കത്തില്ലെന്നാണ് പറയുന്നത്. വലിപ്പം മരത്തിന് എത്രയൊക്കെ വരും? ഇതല്ല, ഇതിന് വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് ഭാരം കയറുമ്പോൾ ഇവൻ തന്നെ ഫ്ലെക്സിബിൾ ആണ്. ഇവൻ താണ് ഈ പൊസിഷനിൽ കമ്പല് പിടിച്ചാലും ഇവൻ മേപ്പോട്ട് വളരുന്ന എല്ലാം താണ് നല്ല പന്തലിച്ച് പോകും. അതാണ് ഇതിന്റെ ഒരു ഗുണം. വെയിറ്റില്ല, അപൂർവം കാള് ദാണ്ട് മേളി വരുന്നുള്ളൂ. ഇത് തനി നമ്മുടെ ചെറുനാരകം. ഇത് നല്ല മുള്ളുമാണ്. നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ പഴുക്കും പക്ക. പക്ഷെ എന്നെ ഇതിന് ഉപദ്രവിക്കാറില്ല. എന്റെ ദേഹത്ത് ഒരുപാട് മുള്ളു കൊണ്ടിട്ടുണ്ട്, ഇപ്പോഴും കൊള്ളുന്നുണ്ട്. എന്റെ കൈ നിറയെ മുള്ളുണ്ട്. പക്ഷെ എനിക്ക് സെപ്റ്റിക്കോ മറ്റുള്ളതൊന്നും എന്റെ ശരീരത്തിൽ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആഹാരമല്ലേ, അത് നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പിള്ളേർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ചടിക്കുക പിള്ളേരില്ല എന്ന് പറയുന്ന അതേ സ്റ്റൈലാണിത്. പിന്നെ ഇത് കണ്ട, ഇതിന്റെ പൂവിന് വ്യത്യാസമുണ്ട്. അതിന്റെ പൂ ഞാൻ കാണിച്ചല്ലോ. ഇത് കണ്ടായിരുന്നു. ആ പൂ ഒരു സ്പെഷ്യൽ നാരകത്തിന്റെ പൂ. ഇതേണ്ട അവിടെ ഇതിന്റെ അകത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ മുട്ട് കംപ്ലീറ്റ് കായാവും. ഒറ്റ മുട്ടും പൊഴിഞ്ഞു പോകത്തില്ല, പൂവും പൊഴിഞ്ഞു പോകത്തില്ല. ഇത് കായാവും. അതിനൊരു ഉദാഹരണമാണ് ഇത്. നിങ്ങൾക്ക് കണ്ട പറയും, ഇതിന്റെ അകത്ത് നിങ്ങൾ എത്ര പൂ കൊണ്ട് കാണും അത്രയും നമുക്ക് കായും കിട്ടിയിട്ടുണ്ട്. എണ്ണരുത്, എണ്ണയാലും കുഴപ്പമില്ല. ഈ ഒരു കമ്പ് മനസ്സിലായി. ഇതിന് പ്രൂണിങ് വേണ്ട. ഇത് ദാണ്ട് ഇവിടുന്ന് നമ്മൾ കാ പറിച്ചെടുത്തതാണ്. ഇവിടുന്ന് കാ പറിച്ചെടുത്തുകൊണ്ട് ഇവിടുന്ന് പൊട്ടിത്തെളുത്ത് അടുത്ത ശാഖയായിട്ട് വരുവാണ്. ഇത് നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും പഴങ്ങൾക്കും പ്രൂണിങ് വേണം. ഇതിന്റെ പുറകെ നമ്മൾ നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട. അതാണ് നമുക്കൊരു ഗുണം. ഇത് കണ്ടോ, ഇതിന്റെ പൂവാണ് ഞാൻ പറഞ്ഞ മുല്ലപ്പൂവിന്റെ അതേ സ്റ്റൈല്. ആ പൂവായിട്ട് അതിന്റെ മണവും അതേ കറക്റ്റാണ്. ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇതിന് നല്ല വലിപ്പത്തിൽ വരുന്നതാണ്. കണ്ടോ, ഇത് പൂ, ഇതിന്റെ സ്റ്റെപ്പ് കണ്ടോ. പൂ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായി. ഇനി ഇത് ഇവിടെ മുട്ടിട്ട് വരുന്നുണ്ട്. കാണാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും, മുട്ടിട്ട് വരുന്നുണ്ട്. ഇത് മുട്ട് കഴിഞ്ഞ് പൂ കഴിഞ്ഞ് കായായി തുടങ്ങി. അതെല്ലാം കായാണ്. അതിൻ്റെ അകത്തുനിന്ന് പൊഴിച്ചു പോകത്തില്ല. ഇതിന്റെ അടിവശം ഇപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പറിച്ചു നിർത്തിയേക്കുവാണ്. എങ്കിലും നമുക്ക് ശരിക്കും കാണാവുണ്ട്. കാണിച്ചു തരാം.
അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അല്ലേ? നല്ല വലിപ്പം നമ്മുടെ കയ്യിൽ മൂന്ന് നാരങ്ങ കൂടുതൽ കൊച്ചു ഒരു മനുഷ്യന്റെ കൈ വയ്ക്കാൻ പാടാ, അല്ലെങ്കിൽ അത്രയും വലിയ കൈ ആയിരിക്കണം. ഇതാണ് അതിന്റെ വലിപ്പം. സാധാരണ കണ്ടോ, ഇത് ചെറുനാരകം, ഇത് ചെറുനാരകം, ഇത് വലിയ നാരകം. ഇതിനൊക്കെ വലുതാണ് ഞാൻ ആദ്യമേ കാണിച്ചത്. അതിന്റെ പൂ കണ്ടോ, നമുക്ക് ഒരു മൂട്ടിലല്ല, എല്ലാ മൂട്ടിലും ഒരു സൈഡിൽ കൂടെ പൂക്കുന്നു, ഒരു സൈഡിൽ കൂടെ നമ്മൾ കാ പറിക്കുന്നു. ഇത് അടുത്ത് പറിക്കാറായി വരുന്ന സെഷനാണ്. ഇതെല്ലാം വിളഞ്ഞുകൊണ്ട് നമ്മൾ ഓണത്തിന് ഇപ്പം ഓണ സമയത്ത് കണ്ടവന് കല്യാണം കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരുപാട് കൊടുക്കേണ്ടി വന്നു. ചിലർക്ക് ഇത് തന്നെ മതി എന്ന് പറയുന്നവരുണ്ട്. ഈ നാരങ്ങ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ക്രിക്കറ്റ് ബാളിന്റെ അത്രയും ഉണ്ട്. ക്രിക്കറ്റ് ബാൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല എങ്കിലും ഏകദേശം അത്രയും വരും. ആരും മുന്നോട്ട് വന്നാലും നല്ലൊരു റിസൾട്ടും ഫലവും അവർക്കുണ്ടാവും. ഈ കായെല്ലാം കമ്പെല്ലാം താഴെ വരും, വെയിറ്റ് കാരണം താഴെ വരും. ഇതൊക്കെ പൊങ്ങി നിന്ന കമ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതെല്ലാം പൊങ്ങി കിട്ടുന്നുണ്ട്, ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ഒന്നും നശിച്ചൊന്നും പോകുന്നില്ല, ഒറ്റ ഒരെണ്ണം നശിച്ചു വന്നില്ല. പൂത്തോ അത് കായായിരിക്കും. ഇതിപ്പം നമ്മൾ ഇങ്ങനെ കണ്ടാലും പൂത്തോ ഇത് കായായിരിക്കും. ഇതിൻ്റെ അത്ര വെട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രാണികളോ ഒന്നും ശല്യം ചെയ്യാൻ നമ്മളെ ഇല്ല, ഒരു ഈച്ച പോലും ഇല്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടതിന്റെ അത്രയും പൂ ഉണ്ടെങ്കിൽ അത്രയും കായ് ഇതുണ്ടാവും. പിന്നെ അങ്ങോട്ട് എല്ലാതും തന്നെ ഇതാണ്. നമുക്ക് ഇപ്പം പണ്ടത്തെ ചെറുനാരകം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് അടിയിൽ മാത്രം, പണ്ടത്തെ ചെറുനാരകത്തിന്റെ മേളിലോട്ട് കമ്പുണ്ട്. ഇത് മേപ്പോട്ട് പോവുകയാണ്. 35, ഒരു 25, പിന്നെ അല്ലാതെ 35, അങ്ങനെ 2-3 ഇടത്തുനിന്ന് കൊണ്ടുവന്നും. നമ്മൾ അന്ന് കൊറോണ സമയമായതുകൊണ്ട് നമുക്ക് പോലീസുകാരെയൊക്കെ പേടിക്കണം, നിയമങ്ങൾ പാലിക്കണം. അതുകൊണ്ട് വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇത് മിക്സ് ആയിപ്പോ അവിടെ വെച്ച്. എവിടുന്ന് കൊണ്ടുവന്നു എന്ന് വെച്ചാൽ ഇത് 2-3 ഇടത്തുനിന്ന് ഞാൻ 2-3 ഇടത്തുനിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. അന്ന് നമുക്ക് ചെറുനാരകം എന്ന് പറഞ്ഞാൽ ഒരു സൈസ് നാരങ്ങയേ ഉള്ളൂ. നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നത്, നമ്മൾ കൊച്ചുനാൾ കിട്ടുന്ന കാണുന്ന നാരങ്ങ. ഇത് നമ്മൾ വെച്ച് വളർന്നു വന്നപ്പോഴാണ് ഇതിന്റെ വെറൈറ്റികളും ഇതിന്റെ ഗുണങ്ങളും മണങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരെണ്ണം ഈ ഒരു നാരങ്ങയിൽ ഒരു പച്ച പറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ മണം മനസ്സിലാവും. നിങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങൾ ഇത് എന്നെ കാണാൻ നാരങ്ങ പറഞ്ഞിട്ടുണ്ടെന്ന്. അത്രയ്ക്ക് സ്മെല്ലാണ്, നല്ല മണം. എന്താ ഞാൻ മുമ്പേ പോയി നിങ്ങൾ പറിച്ചു, ഞാൻ പറയാം ആരോ നാരകത്തിൽ നിന്ന് പറിച്ചിട്ടുണ്ടെന്ന് പറയാം. അത്രയ്ക്ക് നല്ല മണമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് കാവലത്തിൽ ഒട്ടും പുറമോട്ടല്ല. ഇതിന്റെ കാവലം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. നമ്മൾ ഒരിടത്തെല്ലാം നമുക്ക് നിൽക്കുന്ന ഇതിന്റെയൊക്കെ കാവലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറിച്ച് ഇതിന്റെയൊക്കെ വരുമാനം കഴിഞ്ഞതാണ്. വരുമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ, നമ്മുടെ ഈ വർഷത്തെ നല്ല രീതിയിൽ നമ്മൾ ഇച്ചിരി പൊട്ടൂടെ ചേർത്ത് എന്ന് പറഞ്ഞാൽ 3/4 വിളവായതും ഓണത്തിന് നമ്മൾ നാരങ്ങയ്ക്ക് നല്ല വിലയായിരുന്നു. 250 രൂപ വരെ വന്ന് തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരാനില്ലായിരുന്നു. അന്നേരം എന്തൊക്കെ പറഞ്ഞ് കുറച്ച് കടക്കാർ പറഞ്ഞു പറിച്ച് തന്നാലേ വെക്കൂ. അവർ തന്നാലേ വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറിച്ച് കൊടുത്തു. അന്നേരം 3/4 വിളവായത് നമ്മൾ പറിച്ചു കൊടുത്തു. പിന്നെ നിൽക്കുന്നതാണ് ഇപ്പൊ ഇതും ഇപ്പൊ പറിക്കാറായിട്ടുണ്ട്. പ്രദേശവാസികളൊക്കെ അവർക്ക് ഇവിടെ മിക്കവാറുള്ളവർക്കെല്ലാം നമ്മൾ ഓണത്തിന് ഫ്രീ ആയിരുന്നു. പിന്നെ കൂട്ടുകാർ വരും, എന്റെ കൂടെ പഠിച്ച എല്ലാ സർക്കാർ ജീവനക്കാർ, അവരെല്ലാം റിട്ടയർഡ് ലൈഫ് നയിക്കുന്നവരാ. അവരെല്ലാം തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടാണിത്. തണുപ്പല്ല, അവർക്ക് ഭയങ്കര, സ്ത്രീജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഇതിന്റെ അകത്ത് കറിവേപ്പിലയുണ്ട്. ഇതേണ്ട ഞാൻ ഇതിന്റെ കാണിച്ചു തരാം. ഇവിടെ ഒരു കാന്താരി ഇതിന്റെ അകത്ത് തന്നെ കാന്താരി നിൽക്കുന്നുണ്ട്. അത് ഞാൻ വലിച്ചു കുറച്ച് കളയത്തില്ല. ഇത് ഇവിടെ ഇവിടെ വന്ന് കാണിക്കാം. ഇതുണ്ടോ, നിങ്ങളിത് കാണുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് കാന്താരി കയറി വരും. കാന്താരിയും കറിവേപ്പിലയും നാരകവും ഇത് മൂന്നൂടെ ഒത്തൊരു ചെറിയൊരു ഇതാണിത്. ഇത് കറിവേപ്പില അല്ല, കാന്താരി. ഇതിന്റെ നല്ല മൂടുകൾ അതിന്റെ അകത്ത് നിൽപ്പുണ്ട്, ശരിക്കും നിൽപ്പുണ്ട്. അതൊന്നും നമ്മൾ ഉപദ്രവിച്ച് കളയത്തില്ല. പിന്നെ കാട്ടുചെടികൾ മാത്രമേ നമ്മൾ മിഷൻ വെച്ച് അടിച്ച് കളയുന്നുള്ളൂ. അല്ലാതെ ഇതിന്റെ പണിക്കാരെ ഞാൻ നിർത്തും, വളവിടാനൊക്കെ നിർത്തും. പക്ഷെ മൂട് മാറത്തില്ല. ഇത് ഇരുമ്പും നാരകത്തിന്റെ ഇത് രണ്ടും ചേരുന്നതല്ല. ഇരുമ്പും മറ്റേത് ആസിഡുമാണ്. ഇത് ചേരാത്തതുകൊണ്ട് നമ്മളിത് ചെയ്യാറില്ല. എനിക്ക് പേടി. യഥാർത്ഥം ഇപ്പം ഇത്രയൊക്കെ ആയതോടുകൂടി വളരെ ഭയമാണ്. അതുകൊണ്ട് രാസവളവും നമ്മൾ ഉപയോഗിക്കാറില്ല. രാസവളവും ആസിഡുമായിട്ട് ചേരത്തില്ല. ഞാൻ പണ്ടൊരു കെമിസ്ട്രി പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു, പ്രീ ഡിഗ്രി സമയത്തൊക്കെ, ഞങ്ങളുടെയൊക്കെ സമയത്ത്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഇതിനുള്ള ഒരു നോളജ്. പിന്നെ കൃഷിഭവന്റെ നല്ല അഡ്വൈസ് നമുക്കുണ്ട്. അഡ്വൈസ് ഉണ്ട്. നമ്മള് കൃഷിഭവനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവര് നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻകാർ ജില്ലയിൽ വിട്ട്, ജില്ലയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് കിട്ടിയുണ്ടായിരിക്കണം, സംസ്ഥാനത്ത് വിട്ട് അവർ വന്ന് ചെക്ക് ചെയ്ത്. പക്ഷെ നമ്മുടെ 80 സെന്റാണ്. 80 ഏക്കർ ഉള്ളവരൊക്കെ അങ്ങ് കാസർഗോഡ് വരെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രൈസ് പോകുന്നത്. ഇവിടം വരെയൊക്കെ നമ്മളായി. നമ്മൾ അംഗീകാരത്തിന് വേണ്ടി ചെയ്തൊരു പ്രസ്ഥാനം അല്ല ഇത്. നമ്മുടെ ഇത് കണ്ടിട്ട് അംഗീകാരം നമ്മളെ തേടി വരുന്നൊരു ലെവലിലേക്ക് മാറിയത്. അതാണ് ഇത് ഗുണം. എനിക്കും അതാണ് ഇഷ്ടം. വില പറിച്ച് നിങ്ങൾ ഒരെണ്ണം പറിച്ച് നമ്മൾ പറിച്ചു തരും. ഇതിപ്പോ എന്റെ ഇതിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. മോഷണം വായിച്ച് നടക്കാത്ത ഒരു പ്രസ്ഥാനം ഇത് മാത്രമേ ഉള്ളൂ.
എന്ന് പറഞ്ഞാൽ അത് കാര്യം പറഞ്ഞുതരാം. വേറെ ഏതാണെങ്കിൽ നമ്മളിപ്പോ ഒരു കൊലയാണെങ്കിൽ വെട്ടിക്കൊണ്ടു, ഇന്നലെ തന്നെ ആരുടെയോ 15 20 കൊല വെട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് TV ന്യൂസോ അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് രാത്രി കയറിയ ഈ ഇലയുടെ കളറും